ഹലോ ഹായ്. അപ്പം മിസ്സ് വീണ്ടും വന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ ചെയ്ത പോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കി പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ രീതിയിലാണോ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത്, എസ് എ പോയിന്റ് ഓഫ് വ്യൂവിലാണോ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ തരാമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഷെടാ ഈ ടീച്ചർ വന്ന് തുടങ്ങിയ ഉടനെ ഇതായിരിക്കും പറയുന്നത് എന്നുള്ളതായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് മോഡൽ എക്സാമിന് ഒരു ദിവസം 2 വിഷയങ്ങൾ വെച്ചാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുമ്പം എല്ലാം കൂടെ പഠിച്ചിട്ട് പോകാൻ തന്നെ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് വിടാതെ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എസ് എ എന്നുള്ള രീതിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, 2 മാർക്ക് 3 മാർക്ക് 4 എല്ലാത്തിനെ കുറിച്ച് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, തലേന്ന് ഇതെല്ലാം കൂടെ പഠിക്കണം നടക്കുന്ന കാര്യമല്ല. പക്ഷെ തലേന്ന് നമുക്ക് ജസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം. ഇത് എസ് എ ആണ്, ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ, ഇത് 1 മാർക്കിൻ്റെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതായിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി 5 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, യെസ്, ഇത് നമ്മൾ ഓരോ ടോപ്പിക്സും ഈ ഒരു 3 രീതിയിൽ ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, സൺ കൊടുത്തേക്കും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റാർ കൊടുത്തേക്കും വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ലെസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ സൺ കൊടുത്തേക്കുന്നത് ചെതാലും വിടരുത്, പഠിച്ചിട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, എക്സാമിൻ്റെ തലേന്ന് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. അതിന് നിങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിലും നോക്കിയിട്ട് പോകാൻ എന്നുള്ള ചാപ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ ടോപ്പിക്സാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുറേ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് തന്നെ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കും, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സാണ്. ഓക്കെ, പക്ഷെ നമ്മൾ അക്കൗണ്ടൻസി എന്നുള്ള പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ലെസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള സംഭവം വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ സണ്ണും സ്റ്റാറും തന്നെയാണ് വരുന്നത്. ഓക്കെ, കാരണം അങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്കിൻ്റെ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കൂടുതലും ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് ഓരോ ടോപ്പിക്സും ഇതേപോലെ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് എടുത്ത് നോക്കുമ്പോൾ ഇത് ഞാൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇട്ടേക്കുന്നതാണ്, അപ്പോൾ അത് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. മറ്റേതും ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാം. നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് മെയിൻ എക്സാം വരുമ്പോൾ ഇതൊന്നും നോക്കണം, നമ്മളെല്ലാം പഠിച്ചിട്ട് പോകും. ഓക്കെ, സിലബസിൽ ഏതൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ പഠിച്ചിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, യെസ്. ഇനി അടുത്തത് വരുന്നത് കുറേ വർഷങ്ങളിൽ ഒരു 2008-9 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2023 വേറെ മിസ് ഒന്ന് റെഫർ ചെയ്തിട്ട് ഒരു റൗണ്ട് ഫിഗർ ആക്കിയേക്കുവാണ്. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര MCQ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എസ് എ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചില ടോപ്പിക്സ് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അത്ര ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇനി ഈ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെങ്കിലും ലെസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല. ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും എല്ലാ വർഷവും ഈ സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ 1 മാർക്കിൻ്റെ ആണെങ്കിലും ചോദിക്കും. ഓക്കെ, അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതെങ്ങനത്തെ രീതിയിൽ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, 1 മാർക്ക് എന്ന് ചോദിക്കുന്ന ചോദ്യം 8 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ടൈം പോത്തല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ 1 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് മനസ്സിലാക്കണം ഓരോ ചാപ്റ്റേഴ്സിനും എങ്ങനെയായിരിക്കാം ഏറ്റവും കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. MCQ 20 ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞ ഇത്രയും വർഷങ്ങളിൽ നിന്ന് എടുത്തു നോക്കിയപ്പോൾ 20 ക്വസ്റ്റ്യൻസാണ് MCQ എന്നുള്ള രീതിയിൽ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം 1 മാർക്ക് എന്തായാലും ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഇത് കുറച്ചുകൂടെ തിയറി കുറേ വരുന്ന പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അല്ല എന്നല്ല, പക്ഷെ തിയറിയും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറച്ച്
ചാപ്റ്ററാണ് ഈ പറയുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ വരുന്നതിന് വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ്. അത് ഈ പറഞ്ഞ പോലെ 3 എണ്ണമൊക്കെ ചോദിച്ചിട്ടുള്ളൂ, 2 മാർക്കിൻ്റെ. അതേപോലെ 3 മാർക്കിൻ്റെ 7 എണ്ണമൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഈ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനില്ല. ഓക്കെ, ഒരെണ്ണം കാണും, ചോദിച്ചാലായി, അങ്ങനെയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട പോലെ തന്നെ 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്കിൻ്റെ ഞാൻ വീണ്ടും പറയുന്നു. അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ഇപ്പം നിങ്ങൾക്ക് 6 മാർക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, പക്ഷെ നമ്മൾ അതിനെ 4 മാർക്ക്, 5 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോകുന്നത് 4 മാർക്ക്, 5 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ വേണം ഈ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, എസ് എ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ, കഴിഞ്ഞ ചാപ്റ്റർ ആണെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്നാണെങ്കിലും എസ് എ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഒരു വർഷം പോലും ഇതിൽ നിന്ന് എസ് എ ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനെ ചോദിക്കത്തില്ല എന്നുള്ളതൊന്നുമല്ല പറയുന്നത്, പക്ഷെ ചോദിച്ച് കാണാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പം ഇതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ 1 മാർക്ക് എന്നുള്ള രീതിയിലും അതേപോലെ 4-5 മാർക്ക് എന്നുള്ള രീതിയാണ്. ഓക്കെ, അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ 0 to A+ ലൈവിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. അതിനകത്ത് ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്, എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും അപ്രോച്ച് ചെയ്യും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം, ഇതിങ്ങനെയാണ്, ഇത് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, യെസ്. അടുത്തത് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ട്രയൽ ബാലൻസ് എന്നുള്ള. വാട്ട് ഇസ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞൊന്നും ചോദിച്ചു വരത്തില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ് എന്നുള്ള രീതിയാണ്. ഓക്കെ, തിയറി എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഇത് ചോദിക്കുന്നത്. തിയറി ഈ പറഞ്ഞ പോലെ ചിലപ്പം 4 മാർക്കിനും 5 മാർക്കിനും എന്നുള്ള രീതിയിൽ തിയറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു പോർഷനിൽ നിന്ന്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതേപോലെ ലെഡ്ജർ ബാലൻസസ് തന്നിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് തെറ്റിച്ച് തന്നിട്ട് കറക്റ്റായിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ഇടാൻ ചോദിക്കും. ഓക്കെ, ഇങ്ങനെയും കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, അതാണ് മിസ്സസ് സ്റ്റാർ കൊടുത്തേക്കുന്നത്. പക്ഷെ കുറേ വട്ടം ഇങ്ങനെയുള്ളൊരു സംഭവം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ള രീതിയിലും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കല്ല. വാട്ടർ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. സഡനാണ് കൊടുത്തേക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് പറയുന്ന പോലെ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അതിലെ എറേഴ്സ് തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും എല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഫുള്ള് പഠിച്ചിട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, തിയറിയും ചോദിക്കും, പ്രോബ്ലവും ചോദിക്കും. ഇതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഓക്കെ, അത് ഓരോ എറേഴ്സും ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ ഓരോത്തിനും സ്പെസിഫിക്കലി ഇട്ടിട്ടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഓക്കെ, അത് എന്ത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ട, ഇതൊക്കെ കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 എറേഴ്സ് കൊടുത്തിട്ട് റെക്ടിഫൈ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കണ്ട 4-5 മാർക്ക് എന്നുള്ള രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ, കൂടുതലും എറേഴ്സ് എന്നുള്ള രീതിയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ട്രയൽ ബാലൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കത്തില്ല എന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ട് കൃത്യമായിട്ട് പോകേണ്ടത് ഈ പറയുന്ന പോലെ ടൈപ്സ് ഓഫ് എറേഴ്സ് തന്നെ. കണ്ട, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, അല്ല ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് ഇതേപോലെ കൊടുത്തിട്ട് ഏത് എററാന്ന് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യാനും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ വേണം. ഓക്കെ, യെസ്, ഇതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം ബേസ് എന്നുള്ള രീതിയാണെങ്കിലും തിയറി ബേസ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, എറേഴ്സ് ഈ പറഞ്ഞ പോലെ എല്ലാ എറേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. പിന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. കൂടുതലും എറർ ഓഫ് പ്രിൻസിപ്പിളിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്നുള്ള വളരെ കുറച്ച്. പിന്നെ എറേഴ്സ് ഓഫ് കമ്മീഷൻ. ഓക്കെ, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ. എറേഴ്സ് ഓഫ് ഒമീഷൻ ചോദിച്ചിട്ടുണ്ട്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചോദിക്കുന്നതല്ല. അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളും എറേഴ്സ് ഓഫ് കമ്മീഷനുമാണ്. ഓക്കെ, പിന്നെ അതിൽ വരുന്ന പ്രോബ്ലം ബേസ് ഓവർ കാസ്റ്റിംഗ്, അണ്ടർ കാസ്റ്റിംഗ്, ഇതൊക്കെ
ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ റെക്കോർഡിങ് റോങ് ആകുമ്പോൾ ഇതിലൊന്നും തിയറി എന്നുള്ള രീതിയല്ല വരുന്നത്, പ്രോബ്ലം ബേസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഏതായിരിക്കും ചോദിക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, കാരണം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും എല്ലാ ടോപ്പിക്സിൽ നിന്നും ഇവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആദ്യം ട്രയൽ ബാലൻസ് പഠിക്കാൻ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് ആ ഒരു മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ സംഭവം നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചെടുത്ത് പഠിക്കേണ്ട ഒരു പോർഷൻ വരുന്നില്ല. നിങ്ങൾക്ക് മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, അതറിയാമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ വരുന്ന ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സാണ്. അത് ഞാൻ പറഞ്ഞ പോലെ എറേഴ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ വീണ്ടും പറയാം, എല്ലാ ചാപ്റ്റേഴ്സും സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിക്കാം. ഓക്കെ, അതറിയാമെന്നുണ്ടെങ്കിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സും എളുപ്പമാണ്. ഓക്കെ, സോ അത് വൃത്തിയായിട്ട് പഠിക്കുക. അതിൻ്റെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററൊന്നുമല്ല. ഓക്കെ, കാരണം ഇതിൽ നിന്ന് തിയറിയും പ്രോബ്ലം എല്ലാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതേപോലെ അടുത്ത നിങ്ങൾക്കുള്ള 3 ചാപ്റ്റേഴ്സും അതിൻ്റെ ഡിസ്കഷനുമായിട്ട് മിസ് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ വേറെ എല്ലാ വിഷയങ്ങളുടെ എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, മാത്സ് ഇതിൻ്റെയൊക്കെ ഇതേപോലുള്ള ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും ഓൾറെഡി നിങ്ങളുടെ മറ്റ് മിസ്സുമാരും സാറുമാരും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതും കാണുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ആൻഡ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചിലപ്പോൾ ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വീഡിയോസും നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഗൈസ്.